ഹായ് ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് റെയിൽവേ നടത്തിയ ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ മുൻവർഷ ചോദ്യങ്ങളാണ്. ഇത് 2022 നടന്നൊരു ഗ്രൂപ്പ് ഡി പരീക്ഷയുടെ മുൻവർഷ ചോദ്യപേപ്പറാണ്. ഈ മലയാളം മീഡിയത്തിൽ നടന്ന ഗ്രൂപ്പ് ഡിയുടെ ക്വസ്റ്റ്യൻ പേപ്പറെല്ലാം കിട്ടുന്നത് ആരെങ്കിലും എഴുതിയ പേപ്പറിൻ്റെ കോപ്പിയാണ്. ഇത് ഞാൻ 2022 എഴുതിയൊരു പേപ്പറിൻ്റെ കോപ്പിയാണ്. നിങ്ങളുടെ കയ്യിലും ഇതേപോലെ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ കോപ്പികളുണ്ടെങ്കിൽ അയച്ചു തരിക. വാട്സാപ്പ് നമ്പർ ഇതാണ്: 75 58 07 19 90. കാരണം ആരെങ്കിലും എഴുതിയവർ അയച്ചെന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുള്ളൂ, അല്ലാണ്ട് ഇത് അവൈലബിൾ ആയിട്ടില്ല. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഈ ഒരു എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അയച്ചു തരാണെങ്കിൽ നമുക്കിങ്ങനെ സോൾവ് ചെയ്യാം. അത് എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അയച്ചു തരിക. അത് നമുക്കിതിലെ ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും നോക്കാം. GK, സയൻസ്, കറണ്ട് അഫയേഴ്സ് ഭാഗത്തെ ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. സാധാരണ ശ്വസനത്തിനിടയിൽ നമ്മൾ നിശ്വസിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അല്പം വായു ശ്വാസകോശത്തിൽ അവശേഷിക്കുന്നു. സാധാരണ ശ്വസനത്തിനിടയിൽ നമ്മൾ നിശ്വസിക്കുമ്പോൾ അല്പം വായു ശ്വാസകോശത്തിൽ അവശേഷിക്കുന്നു. വൈദ്യുതി വഹിക്കുന്ന സോളിനോയിഡ് ഉണ്ടാക്കുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ. സോളിനോയിഡിൻ്റെ അക്ഷത്തിന് സമാന്തരമായി. വൈദ്യുതി പ്രവഹിക്കുന്ന സോളിനോയിഡ് ഉണ്ടാക്കുന്ന കാന്തിക മണ്ഡലത്തിൻ്റെ ദിശ സോളിനോയിഡിൻ്റെ അക്ഷത്തിന് സമാന്തരമായിരിക്കും. 2022 ഏപ്രിൽ 9 ഏത് കായിക ഇനത്തിലാണ് ദീപിക പള്ളിക്കലും ജോഷ്ന ചിന്നപ്പയും ലോക ചാമ്പ്യൻഷിപ്പിൽ ഡബിൾസ് കിരീടം നേടിയത്? സ്ക്വാഷ്. 2022 ഏപ്രിൽ 9 സ്ക്വാഷ് കായിക ഇനത്തിലാണ് ദീപിക പള്ളിക്കലും ജോഷ്ന ചിന്നപ്പയും ലോക ചാമ്പ്യൻഷിപ്പ് ഡബിൾസ് കിരീടം നേടിയത്. ഒരു കൺവേർജിംഗ് ലെൻസിന് മുന്നിൽ 20 സെൻറ്റിമീറ്റർ അകലത്തിൽ ഒരു പിൻ വെച്ചാൽ ആ കൺവേർജിംഗ് ലെൻസ് ഒരു യഥാർത്ഥവും തലകീഴായതും വസ്തുവിൻ്റെ വലുപ്പത്തിന് തുല്യവുമായ ഒരു പ്രതിബിംബം ഉണ്ടാക്കുന്നു എങ്കിൽ ലെൻസിൻ്റെ പവർ. ഇവിടെ യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബം വസ്തുവിൻ്റെ വലിപ്പത്തിന് തുല്യമാകുന്നത് വസ്തുവിൻ്റെ ലെൻസിൻ്റെ 2F ബിന്ദുവിൽ വെച്ചാൽ മാത്രമാണ്. അതായത് വസ്തു ലെൻസിൻ്റെ 2F എന്ന ബിന്ദുവിൽ വെച്ചാൽ മാത്രമാണ് യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബം ഉണ്ടാക്കുക. ഇത്തരം സാഹചര്യങ്ങളിൽ പ്രതിബിംബവും 2F ബിന്ദുവിൽ രൂപം കൊള്ളുന്നു. ഇനി നമുക്ക് ഫോക്കൽ ദൂരം കണക്കാക്കാം. ആദ്യം വസ്തുവിൻ്റെ ദൂരം, അത് നമുക്ക് U എന്നെടുക്കാം. അത് 20 സെൻറ്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ട്. ഇവിടെ 20 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. ഇനി വസ്തു 2F ബിന്ദുവിലാണ്. അതായത് U = 2F 20 സെൻറ്റിമീറ്റർ. അപ്പോൾ 2F = 20 സെൻറ്റിമീറ്റർ എന്നെടുക്കാം. ഇനി F = 20/2 10 സെൻറ്റിമീറ്റർ എന്നെടുക്കാം. അപ്പോൾ ഫോക്കൽ ദൂരം നമുക്ക് കിട്ടി. F = 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. അതായത് ഒരു വസ്തുവിൻ്റെ യഥാർത്ഥവും തലകീഴായതുമായ പ്രതിബിംബം ഉണ്ടാക്കുകയാണെങ്കിൽ ആ വസ്തു ഫോക്കൽ ദൂരത്തിൻ്റെ 2 മടങ്ങ് ദൂരത്തിലായിരിക്കും വെച്ചിട്ടുണ്ടാവുക. അതായത് 2F-ലായിരിക്കും. അതിൽ നിന്ന് F കണ്ടുപിടിക്കാൻ വേണ്ടി 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഇവിടെ നമുക്ക് 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഫോക്കൽ ദൂരം 10 സെൻറ്റിമീറ്റർ. ഇനി ഫോക്കൽ ദൂരം മീറ്ററിലേക്ക് മാറ്റണം. F = 10 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇനി അത് നമുക്ക് മീറ്ററിലേക്ക് മാറ്റാം. അപ്പോൾ 100 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ 0.1 മീറ്റർ എന്ന് കിട്ടി. F = 0.1 മീറ്റർ. ഇനി ലെൻസിൻ്റെ പവറാണ്. ലെൻസിൻ്റെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടി P = 1/F. F എന്നത് മീറ്ററിലാണ്. അപ്പോൾ 1/0.1 = 10D 10 ഡയോപ്റ്റർ എന്ന് കിട്ടും. ഓപ്ഷൻ 3 + 10D. ഇവിടെ പവർ കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം ഓർത്തിരിക്കുക. പവർ P = 1/F. F എന്ന് പറയുന്നത് മീറ്ററിലാണ്. പിന്നെ ഫോക്കൽ ദൂരം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ തന്നിരിക്കുന്ന ചോദ്യം വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്നത്. അതായത് യഥാർത്ഥവും തലകീഴായതുമായ വസ്തുവിൻ്റെ പ്രതിബിംബമാണ് കിട്ടിയിരിക്കുന്നത്. അത് വസ്തു 2F-ൽ വെച്ചാൽ മാത്രമാണ്. അതിൽ നിന്ന് F കണ്ടുപിടിക്കാൻ വേണ്ടി 2 കൊണ്ട് ഹരിച്ചാൽ മതി. ഇതങ്ങനെ കേട്ടുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങൾ സ്വയം ഒന്ന് ചെയ്ത് നോക്കുക. എന്നാൽ മാത്രമാണ് പരീക്ഷയ്ക്ക് ചെയ്യാൻ പറ്റുള്ളൂ. വലിയ പർവ്വതം എന്നർത്ഥം വരുന്ന ദോഡബെട്ട കൊടുമുടി ഡാഷിലെ ഏറ്റവും ഉയരമുള്ള പർവ്വത ശിഖരമാണ്. നീലഗിരി കുന്നുകൾ. വലിയ പർവ്വതം എന്നർത്ഥം വരുന്ന ദോഡബെട്ട കൊടുമുടി നീലഗിരി കുന്നുകളിലെ ഏറ്റവും ഉയരമുള്ള പർവ്വത ശിഖരമാണ്. തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകൾ, ഊട്ടിയുടെയൊക്കെ അടുത്ത്. ലാല ലജ്പത് റായ് 1921 മുതൽ ഡാഷുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. സർവൻസ് ഓഫ് ദി പീപ്പിൾ സൊസൈറ്റി. ലാല ലജ്പത് റായ് 1921 മുതൽ സർവൻസ് ഓഫ് ദി പീപ്പിൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു. ഇന്ത്യ അറ്റ് 100 എന്നതിലേക്ക് നയിക്കുന്ന 25 വർഷം നീണ്ട അമൃത് കാലിലേക്ക് പ്രവേശിച്ചുകൊണ്ട് ഡാഷ് മുൻഗണനകളോടുള്ള വളർച്ചയ്ക്കാണ് 2022-23 കേന്ദ്ര ബജറ്റ് പ്രചോദനം നൽകുന്നത്. 4. ഇന്ത്യ അറ്റ് 100 എന്നതിലേക്ക് നയിക്കുന്ന 25 വർഷം നീണ്ട അമൃത് കാലിലേക്ക് പ്രവേശിച്ചുകൊണ്ട്
4 മുൻഗണനയോടുള്ള വളർച്ചയ്ക്കാണ് 2022-23 കേന്ദ്ര ബജറ്റ് പ്രചോദനം നൽകിയിരുന്നത്. പൂരിത കാർബൺ സംയുക്തങ്ങളെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അവയ്ക്ക് കാർബൺ ഏകബന്ധനം മാത്രമേ ഉള്ളൂ. പൂരിത കാർബൺ സംയുക്തങ്ങളെ സംബന്ധിച്ച് ശരിയായിട്ടുള്ളതാണ് അവയ്ക്ക് കാർബൺ ഏകബന്ധനം മാത്രമേ ഉള്ളൂ. തന്നിരിക്കുന്നതിൽ ഏതാണ് കിഡ്നി ട്യൂബുകളുടെയും ഉമിനീർ ഗ്രന്ഥികളുടെ അകത്തെ പാളികളുടെയും ആവരണം ഉണ്ടാക്കുന്നത്? ക്യൂബോയിഡൽ ആവരണകല. ക്യൂബോയിഡൽ ആവരണകലയാണ് കിഡ്നി ട്യൂബുകളുടെയും ഉമിനീർ ഗ്രന്ഥികളുടെയും അകത്തെ പാളികളുടെ ആവരണം ഉണ്ടാക്കുന്നത്. 2021 നവംബറിൽ സീനിയർ ലെവൽ ഫുട്ബോളിൽ ഡാഷിനെതിരെയുള്ള ഇന്ത്യയുടെ പ്രഥമ ഗോൾ മനീഷ കല്യാൺ നേടി. ബ്രസീൽ. 2021 നവംബറിൽ സീനിയർ ലെവൽ ഫുട്ബോളിൽ ബ്രസീലിനെതിരെയുള്ള ഇന്ത്യയുടെ പ്രഥമ ഗോൾ മനീഷ കല്യാൺ നേടി. ലെഡ് നൈട്രേറ്റ് ലായനി സോഡിയം അയോഡൈഡ് ലായനുമായി കലർത്തുമ്പോൾ തന്നിരിക്കുന്ന സംയുക്തങ്ങളിൽ ഏതാണ് അവശിഷ്ടപ്പെടുന്നത്? ലെഡ് നൈട്രേറ്റ് ലായനി സോഡിയം അയോഡൈഡ് ലായനുമായി കലർത്തുമ്പോൾ ലെഡ് അയോഡൈഡ് സംയുക്തമാണ് അവശിഷ്ടപ്പെടുന്നത്. അയോണിക സംയുക്തങ്ങളിലെ വൈദ്യുത ചാലകതയെക്കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അയോണിക സംയുക്തങ്ങൾ ഉരുകിയ അവസ്ഥയിൽ വൈദ്യുതി കടത്തിവിടുന്നു, എന്നാൽ ഖരാവസ്ഥയിൽ കടത്തിവിടുന്നില്ല. അയോണിക സംയുക്തങ്ങൾ ഉരുകിയ അവസ്ഥയിൽ വൈദ്യുതി കടത്തിവിടുന്നു, എന്നാൽ ഖരാവസ്ഥയിൽ കടത്തിവിടുന്നില്ല. അയോണിക സംയുക്തങ്ങളിലെ വൈദ്യുത ചാലകതയെക്കുറിച്ചുള്ള പ്രസ്താവനയാണത്. ഇനി പറയുന്നാൽ ആരാണ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട അധികാരി അല്ലാത്തത്? എക്സിക്യൂട്ടീവ് ഓഫീസർ, മുനിസിപ്പൽ ബോർഡ്. ഇത് ഗവൺമെൻറ് നിയമിക്കുന്നതാണ്. എക്സിക്യൂട്ടീവ് ഓഫീസർ, മുനിസിപ്പൽ ബോർഡ് ഒരു തെരഞ്ഞെടുക്കപ്പെട്ട അധികാരിയല്ല. എന്നാൽ ചെയർമാൻ മുനിസിപ്പൽ കോർപ്പറേഷൻ, ചെയർമാൻ ജില്ലാ ബോർഡ്, ചെയർമാൻ മുനിസിപ്പൽ ബോർഡ് ഇതെല്ലാം തെരഞ്ഞെടുക്കപ്പെട്ട അധികാരിയാണ്. ചൂടാക്കുമ്പോൾ ഫെറസ് സൾഫേറ്റ് ഒരു ഖര ഉൽപ്പന്നവും 2 വ്യത്യസ്ത വാതകങ്ങളും നൽകുന്നു. ആ രാസപ്രവർത്തനത്തിൽ സ്വതന്ത്രമാക്കുന്ന വാതകങ്ങൾ തിരഞ്ഞെടുക്കുക. സൾഫർ ഡയോക്സൈഡ്, സൾഫർ ട്രയോക്സൈഡ്. ചൂടാക്കുമ്പോൾ ഫെറസ് സൾഫേറ്റ് ഒരു ഖര ഉൽപ്പന്നവും 2 വ്യത്യസ്ത വാതകങ്ങളും നൽകുന്നു. ആ രാസപ്രവർത്തനത്തിൽ സ്വതന്ത്രമാകുന്ന വാതകങ്ങളാണ് സൾഫർ ഡയോക്സൈഡും സൾഫർ ട്രയോക്സൈഡും. തന്നിരിക്കുന്നതിൽ ആധുനിക ആവർത്തന പട്ടികയിൽ ഒരു അലോഹ മൂലകം മാത്രമുള്ള ഗ്രൂപ്പ് ഏത്? 14. ഗ്രൂപ്പിലാണ് ഒരു അലോഹം മാത്രമുള്ളത്. കാർബൺ ആണ് ആ അലോഹം. പിന്നീട് ആ 14 ഗ്രൂപ്പിലുള്ള മറ്റ് മെറ്റലും നോക്കാം. സിലിക്കൺ, ജെർമേനിയം ഇത് രണ്ടും മെറ്റലോയിഡാണ്. അതായത് സെമി കണ്ടക്ടർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ സിലിക്കണും ജെർമേനിയവും. പിന്നീട് SN ടിന്നുണ്ട്, ലെഡ് PB ഇത് രണ്ടും മെറ്റലുകളാണ്. സിലിക്കൺ, ജെർമേനിയം അത് രണ്ടും മെറ്റലോയിഡ്. കാർബൺ അലോഹമാണ്, നോൺ മെറ്റൽ. ഒരു ലവണം ജലത്തിൽ ലയിപ്പിച്ചു. ഈ ലവണ ലായനിയുടെ pH മൂല്യം ഒരു സാർവത്രിക സൂചക പേപ്പർ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ പേപ്പർ ഉപയോഗിച്ച് അളക്കുന്നു. ലായനിയുടെ pH മൂല്യം 7ൽ കൂടുതലാണെങ്കിൽ ആ ലവണം ഇതായിരിക്കും: K2CO3. ഒരു ലവണം ജലത്തിൽ ലയിപ്പിച്ചു. ആ ലവണ ലായനിയുടെ pH മൂല്യം ഒരു സാർവത്രിക സൂചക പേപ്പർ യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ പേപ്പർ ഉപയോഗിച്ച് അളക്കുന്നു. ലായനിയുടെ pH മൂല്യം 7ൽ കൂടുതലാണെങ്കിൽ ആ ലവണം K2CO3 ആയിരിക്കും. 7ൽ കൂടുതലാണെങ്കിൽ അതൊരു ആൽക്കലി ആയിരിക്കും. 7ൽ കുറവാണെങ്കിൽ ആസിഡും ആയിരിക്കും. ഇവിടെ ആൽക്കലി ആണ് K2CO3, ബാക്കിയെല്ലാം ആസിഡുകളാണ്. K2CO3 എന്നാൽ പൊട്ടാസ്യം കാർബണേറ്റ് ആണ്. അതൊരു ബേസിക് ലവണമാണ്. അതാണ് 7ൽ കൂടുതലായത്. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാരം എന്നത് ഇനി പറയുന്ന ഏതൊക്കെ തമ്മിലുള്ള ദൂരമാണ്? വക്രതാ കേന്ദ്രവും പോളും. ഒരു ഗോളീയ ദർപ്പണത്തിൻ്റെ വക്രതാ ആരം എന്ന് പറയുന്നത് വക്രതാ കേന്ദ്രവും പോളും തമ്മിലുള്ള ദൂരമാണ്. മുഹമ്മദ് നബി അറബിയിൽ ഡാഷിൽ പ്രചരിപ്പിച്ച ഒരു പ്രധാന ലോക മതമാണ് ഇസ്ലാം. 7ാം നൂറ്റാണ്ട്. മുഹമ്മദ് നബി അറബിയിൽ 7ാം നൂറ്റാണ്ടിൽ പ്രചരിപ്പിച്ച ഒരു പ്രധാന ലോകമതമാണ് ഇസ്ലാം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഭരണഘടനാ അസംബ്ലിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് തന്നിട്ടുള്ളവരിൽ ആരായിരുന്നു? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. ഇന്ത്യൻ ഭരണഘടന പ്രകാരം ഭരണഘടനാ അസംബ്ലിയുടെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പണത്തിൻ്റെ പ്രാഥമിക ധർമ്മം എന്താണ്? അതൊരു വിനിമയ മാധ്യമമാണ്. പണത്തിൻ്റെ പ്രാഥമിക ധർമ്മം എന്താണെന്ന് വെച്ചാൽ അതൊരു വിനിമയ മാധ്യമമാണ്.